ഒരിക്കൽ നമ്മുടെ അന്റാർട്ടിക്ക പോലെ തണുത്തുറഞ്ഞ ഹിമപ്രദേശം ഇന്നവിടം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? എങ്കിൽ വിശ്വസിച്ചേ തീരൂ. അങ്ങനെ മഞ്ഞ് മാറി മരുക്കാടായ ഒരു മരുഭൂമിയുണ്ട് അങ്ങ് ആഫ്രിക്കയിൽ. നമീബിയൻ മരുഭൂമിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കൂറ്റൻ മണൽപ്പരപ്പുകൾ നിറഞ്ഞ ഈ നമീബിയൻ മരുഭൂമി ഒരിക്കൽ മഞ്ഞുപാളികളാൽ നിറഞ്ഞതായിരുന്നു. അതുപോലെ ഒട്ടകങ്ങളുടെ മരുക്കാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കുതിരകൾ സുലഭമായ മരുഭൂമിയുമാണിത്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഇവിടത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന മരുപ്രദേശമാണ് നമീബിയൻ മരുഭൂമി. 3000 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നിലനിന്നിരുന്നത്. അന്ന് തെക്കൻ അമേരിക്കയോട് ചേർന്ന് കിടത്തിരുന്ന ഈ മേഖല മഞ്ഞുപാളികളാലും അവയിൽ മഞ്ഞിന്റെ അരുവികൾ കൊണ്ടൊക്കെ സമൃദ്ധമായിരുന്നുവെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. പക്ഷേ ഇന്നാണെങ്കിലോ വറ്റിവരണ്ട മണൽപ്പരപ്പ് കൊണ്ടും അതിനു പുറമെ അഗ്നിപർവ്വതങ്ങൾ കൊണ്ടും നിറഞ്ഞ പ്രദേശമാണ് ഈ നമീബിയ. ശരിക്കും കേട്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ? നേർവിപരീതമായ ഈ മാറ്റം എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. തെക്കേ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് യാത്ര തുടങ്ങിയ ആഫ്രിക്ക ഭൂമധ്യരേഖ പ്രദേശത്താണ് എത്തി നിന്നത്. ഇതിൽ നമീബിയ ഉൾപ്പെടുന്ന മേഖല ദക്ഷിണാർദ്ധത്തിൽ തന്നെ തുടർന്നു. എങ്കിലും ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് അകന്നുപോയി. ഈ യാത്രക്കിടെ തന്നെ നമീബിയൻ മേഖലയിലെ മഞ്ഞുപാളികൾ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പ്രദേശം മരുഭൂമിയാകാൻ കാരണമായത് ഈ യാത്രയല്ല. യാത്രയ്ക്ക് ശേഷം നമീബിയൻ മരുഭൂമിയുടെ മേഖല എത്തിപ്പെട്ടത് ഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് സമുദ്രത്തോട് ചേർന്നാണ്. അതും ഭൂമധ്യരേഖയ്ക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും നടുവിലായാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് മാറി. എന്നാൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ക്യാൻസറിനും സമീപത്തായാണ് ഭൂമിയിലെ ഉഷ്ണമേഖലാ മരുഭൂമികൾ എല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇതിന് കാരണം ട്രോപ്പിക്കൽ ഈസ്റ്റേർലി വിൻഡ് എന്നറിയപ്പെടുന്ന കാറ്റുകളാണ്. കിഴക്ക് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഈർപ്പം നഷ്ടപ്പെട്ട് വരണ്ടു പോയിരിക്കും. ഇതോടെ ഈ കാറ്റ് പിന്നീടുള്ള ഭൂപ്രദേശങ്ങളിലെ ഈർപ്പം വലിച്ചെടുത്താണ് യാത്ര തുടരുക. ഇങ്ങനെ ഈർപ്പം വലിച്ചെടുക്കപ്പെടുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലാംശം ഇല്ലാതാവുകയും ക്രമേണ മരുഭൂമിയാവുകയും ചെയ്യും. ഈ പ്രതിഭാസം തന്നെയാണ് നമീബിയയെയും മരുഭൂമിയാക്കി മാറ്റിയത്. ഭൗമശാസ്ത്രജ്ഞരായ ഗ്രഹാം ആൻഡ്രൂസ്, സാറ ബ്രൗൺ എന്നിവർ ചേർന്നാണ് നമീബിയൻ മരുഭൂമിയുടെ ഭൂതകാലം ചുരുളഴിച്ചത്. 2 പ്രധാന തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് നമീബിയൻ മരുഭൂമിയുടെ മഞ്ഞ് നിറഞ്ഞ ഭൂതകാലത്തെ സ്ഥാപിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഒന്ന്, മരുഭൂമിയുടെ ഇപ്പോഴത്തെ മേൽത്തട്ടിൽ നിന്ന് ഏതാനും മീറ്ററുകൾ താഴെയുള്ള ഭൂപ്രകൃതി. പണ്ട് തെക്കേ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് ഏഷ്യയുമായി കൂടിച്ചേരുന്നതിന് മുൻപ് നമീബിയ ഉൾപ്പെടുന്ന തെക്കൻ ആഫ്രിക്കയുടെ സ്ഥാനം. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അന്നത്തെ നമീബിയയുടെ സ്ഥാനം അന്റാർട്ടിക്കയോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഞ്ഞുപാളികളുടെ എല്ലാം അന്തിമ ലക്ഷ്യം നമീബിയ ആയിരുന്നു. കൂടാതെ ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ സ്വാഭാവികമായി നമീബിയ ഉൾപ്പെടുന്ന തെക്കൻ ആഫ്രിക്കയിലേക്കും മഞ്ഞുപാളികൾ വ്യാപിച്ചു കിടന്നിരുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ലോകത്ത് മറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് നമീബിയൻ മരുഭൂമി. കുത്തനെയുള്ള നീണ്ടതും എന്നാൽ ചെറുതുമായി നിരവധി കുന്നുകൾ ഈ മേഖലയിൽ കാണാനാകും. ഇതിന്റെ മുകളിലായാണ് മണൽപ്പരപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നതും. നമീബിയൻ റൂമിലൻസ് എന്നാണ് ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകതകളെ വിളിക്കുന്നത്. ഈ നമീബിയൻ റൂമിലൻസ് ആണ് മരുഭൂമിയുടെ ഭൂതകാലം കണ്ടെത്തുന്നതിന് ചൂണ്ടുപലകയായതും. അതുപോലെ സാധാരണ മരുഭൂമിയിൽ കണ്ടുവരുന്ന ജീവി ഏതാണ്? ഒട്ടകങ്ങളല്ലേ. ഇവിടെ കുതിരകളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതായത് തണുപ്പുള്ള മേഖലകളിലെ പുൽമേടുകളിലാണ് കുതിരകൾ സ്വാഭാവികമായും കാണപ്പെടാറുള്ളത്. എന്നാൽ വരണ്ടതും പച്ചപ്പ് പേരിന് മാത്രവുമുള്ള മണൽക്കാറ്റ് വീശുന്ന ഇവിടം സ്വന്തം വീടാക്കി മാറ്റിയ ഒരു പറ്റം കുതിരകളുണ്ട്. ഇന്ന് 180-നോളം വരുന്ന ഈ കാട്ടുകുതിരകളുടെ സംഘം ഇവിടെ വാസം തുടങ്ങിയത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 2ാം ദശകത്തിലാണ്. കുതിരകൾ വാസം തുടങ്ങിയ സമയത്തെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടെങ്കിലും അവ ഇവിടെ എത്തിയത് എങ്ങനെയെന്നതിനെ കുറിച്ച് പല കാരണങ്ങളാണ് പറയപ്പെടുന്നത്. 1ാം ലോക മഹായുദ്ധ കാലത്ത് ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്ന ജർമ്മൻ പട്ടാള സംഘത്തിൽ നിന്നെത്തിയതാകും ഇവയെന്നാണ് ഒരു വാദം. മറ്റൊന്ന്, പ്രദേശത്തെ വജ്രഖനികളിലേക്ക് എത്തിച്ച കുതിരകളുടെ പിന്മുറക്കാരാകാം ഇവയെന്നാണ്. കുതിരകളാകട്ടെ മരുഭൂമിയിലെ ഉണക്കപ്പുല്ലും ഖനി ബാക്കിയാക്കിയ ചെറിയ തടാകങ്ങളിലെ വെള്ളം കുടിച്ചും ഈ പ്രദേശത്ത് ഇഷ്ടം പോലെ ജീവിച്ചു. കുതിരകളുടെ ചാണകം വളമായി ലഭിച്ചതോടെ പ്രദേശത്തെ പുല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെട്ടു. ഇവ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചു. ഇങ്ങനെ മരുഭൂമിയുടെ 1/10 ഭാഗം ഹരിതാപമായി മാറാനും ഈ കുതിരകളുടെ വാസം സഹായിച്ചു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് നമീബിയൻ മരുഭൂമിയെ കുറിച്ചുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.